നിരന്തരം റാഗിംഗ് നടത്തുന്ന ഒരു സംഘടന, ഒരു തീവ്രവാദ സംഘടനയായി SFIയുടെ സ്വഭാവം മാറിയിരിക്കുകയാണ്. CPM സമ്മേളനങ്ങളിലെല്ലാം നിരന്തരം പങ്കെടുക്കുന്ന ഒരു വ്യക്തി തങ്ങളുടെ പാർട്ടിക്കാരനല്ല എന്ന് SFI സംസ്ഥാന സെക്രട്ടറിക്ക് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. SFI സംസ്ഥാന സെക്രട്ടറിയുടെ മനോനില പോലും പരിശോധിക്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. സ്വകാര്യ സർവകലാശാലയ്ക്ക് പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ് CPM. SFIയുടെ നട്ടില് പണയം വെച്ചിരിക്കുകയാണോ? SFIനെ ആളുകൾ കേരളീയ പൊതുസമൂഹം കൈവയ്ക്കുന്ന സാഹചര്യത്തിലേക്കാണ് നിലവിൽ അവരുടെ പ്രവർത്തനങ്ങൾ. നാളെ ഈ പറയുന്ന സ്വകാര്യ സർവകലാശാല വരുമ്പോൾ അതിന്റെ വിദ്യാർത്ഥി പ്രതിനിധിയായി ഒരാൾ ബോർഡിലുണ്ടെങ്കിൽ അത് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ആർഷോ ആയിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങുമായി ബന്ധപ്പെട്ട പ്രതികളുടെ രാഷ്ട്രീയം സംബന്ധിച്ച് നിരവധി ചർച്ചകളാണ് പൊതുസമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതികൾ SFIക്കാരാണോ? റാഗിങ്ങിന് മുന്നിട്ട് നിന്നിരിക്കുന്ന വ്യക്തി, ഈ ഒരു പ്രതി SFIക്കാരനാണോ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. കഴിഞ്ഞ ദിവസം SFIയുടെ പ്രമുഖ നേതാവായ ആർഷോ പറഞ്ഞത് അദ്ദേഹത്തിന് SFI ചായ്വില്ല എന്നാണ്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് KSUവിൻ്റെ സംസ്ഥാന നേതാവായ അലോഷ്യസ് സേവ്യർ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. ഈ കോട്ടയത്തെ ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളുടെ രാഷ്ട്രീയ ചായവുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ നിലനിൽക്കുന്നു. SFI ആണോ? ആർഷോയുടെ നിലവിലുള്ള പ്രസ്താവനകളൊക്കെ വന്നിരിക്കുന്നു. എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? അതായത് കേരളത്തിലെ ക്യാമ്പസുകളിലും ഹോസ്റ്റലുകളിലും പ്രത്യേകിച്ച് സർക്കാർ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് SFIയുടെ റാഗിംഗ് സെല്ലുകൾ നിരന്തരമായി പ്രവർത്തിക്കുന്നുവെന്ന് KSU കഴിഞ്ഞ കുറേയേറെ നാളുകളായി ഞങ്ങൾ നടത്തിയ ആരോപണമാണ്. അതിനെ അടിവരയിടുന്ന ഓരോ ഉദാഹരണങ്ങളാണ് ഓരോ ദിവസങ്ങൾക്ക് ശേഷം. കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുൻപ് സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടതാണ്. അതോടുകൂടി കേരളത്തിലെ റാഗിങ്ങുകൾ അവസാനിക്കുമെന്ന് നമ്മൾ കരുതിയതാണ്. എന്നാൽ തുടരെ എത്രയോ അനുഭവങ്ങൾ ഈ കോട്ടയം നഴ്സിംഗ് കോളേജിലെ വിഷയമായിക്കൊള്ളട്ടെ, കാര്യവട്ടം ക്യാമ്പസിലെ പ്രശ്നമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, തൃശ്ശൂർ ഗവൺമെൻറ് ലോ കോളേജിലെ വിഷയങ്ങളായിക്കൊള്ളട്ടെ, അങ്ങനെ നിരന്തരം റാഗിംഗ് നടത്തുന്ന ഒരു സംഘടന, ഒരു തീവ്രവാദ സംഘടനയായി SFIയുടെ സ്വഭാവം മാറിയിരിക്കുകയാണ്. അതിനെ എല്ലാം ഓൺ ചെയ്യുന്ന തരത്തിലേക്കാണ് SFI സംസ്ഥാന സെക്രട്ടറിയുടെ ഓരോ പ്രതികരണങ്ങളും. എനിക്ക് SFI സംസ്ഥാന സെക്രട്ടറിയോടും ആ സംഘടനയോടും പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ വിദ്യാർത്ഥി സംഘടനയാണെങ്കിൽ വിദ്യാർത്ഥി പക്ഷ നിലപാടുകളുമായി നിങ്ങൾ മുന്നോട്ട് പോവുക. ഇത്തരം വൃത്തികെട്ട പ്രവർത്തികൾ, രാഹുൽ രാജ് എന്ന് പറയുന്നവൻ വലിയ കൊടിമൂത്ത സഖാവാണ്. അദ്ദേഹം ബാലസംഘത്തിൻ്റെ പ്രവർത്തകനായിരുന്നു. SFIയുടെ ജില്ലാ സമ്മേളനങ്ങളിൽ അല്ലെങ്കിൽ പ്രാദേശികമായി CPM സമ്മേളനങ്ങളിലെല്ലാം നിരന്തരം പങ്കെടുക്കുന്ന ഒരു വ്യക്തിയെ തങ്ങളുടെ പാർട്ടിക്കാരനല്ല എന്ന് SFI സംസ്ഥാന സെക്രട്ടറിക്ക് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. SFI സംസ്ഥാന സെക്രട്ടറിയുടെ മനോനില പോലും പരിശോധിക്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ആ രാഹുൽ രാജ് എന്ന് പറയുന്നവൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലും ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലൂടെ മുഴുവൻ പരതി കഴിഞ്ഞാൽ ചുമലല്ലാതെ മറ്റൊരു കൊടി കാണാൻ സാധിക്കുന്നില്ല. അച്ഛൻ സഖാവിനോടൊപ്പം അല്ലെങ്കിൽ മറ്റ് സഖാക്കളോടൊപ്പം മറ്റേ സമ്മേളന വേദിയിൽ, SFI കമ്മിറ്റി വേദികളിൽ എന്നൊക്കെ പറഞ്ഞ് നിരന്തരമായി പോസ്റ്റുകൾ ഇടുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ വർദ്ധിച്ചു വരുന്ന ഈ റാഗിങ്ങിനെ തടയിടാൻ ഈ വിദ്യാർത്ഥി സംഘടനകളെല്ലാം മുന്നോട്ട് വരേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി KSU മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. SFI ഇനിയെങ്കിലും ഇത്തരമുള്ള റാഗിംഗ് പ്രവർത്തനങ്ങളെ ഓൺ ചെയ്യരുത്. അതിൻ്റെ വിദ്യാർത്ഥി വളരെ അതിക്രൂരമായിട്ടുള്ള പീഡനമാണ് ഈ നഴ്സിംഗ് കോളേജിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. എന്നിട്ട് പോലും അതിന് ഒരു പൊറാട്ട് നാടകം എന്നുള്ള രീതിയിലേക്ക് അവിടെ ഒരു സമരവുമായിട്ട് കടന്നു വന്നു. SFIയുടെ എത്ര ജില്ലാ നേതാക്കന്മാർ ആ സമരത്തിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്ര സംസ്ഥാന നേതാക്കൾ? ഇത്ര വലിയ രീതിയിലേക്ക് ഇവർ റാഗിങ്ങിനെതിരെ പോരാട്ടം നടത്തുകയാണെങ്കിൽ SFIയുടെ ഏതെങ്കിലും ഒരു സംസ്ഥാന ഭാരവാഹി ആ സമരത്തിൽ പങ്കെടുത്തിരുന്നു? അങ്ങനെ വളരെ ലാഘവത്തോടു കൂടി ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന സമീപനം ഇനിയെങ്കിലും SFI അവസാനിപ്പിക്കണം. കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് SFI സ്പോൺസർ ചെയ്യുന്ന റാഗിങ്ങെ പൂർണ്ണമായ രീതിയിലേക്ക് അതിനെ തുരത്തണം. ഇല്ല എങ്കിൽ SFIനെ ആളുകൾ കേരളീയ പൊതുസമൂഹം കൈവയ്ക്കുന്ന സാഹചര്യത്തിലേക്കാണ് നിലവിൽ അവരുടെ പ്രവർത്തനങ്ങൾ. അവരുടെ മുഴുവൻ പ്രവർത്തനങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ക്രിമിനൽ വൽക്കരിക്കപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഇനിയെങ്കിലും ദയവ് ചെയ്ത് ആർഷോയും SFI എന്ന് പറയുന്ന സംഘടനയും അവരെ തള്ളിപ്പറയാൻ, അവരെ നിഷേധിക്കാൻ തയ്യാറാകണമെന്ന് മാത്രമാണ് KSU. കഴിഞ്ഞ ദിവസം അതുകൂടാതെ ഈ ആർഷോ പ്രധാനമായും ഉന്നയിച്ചത് ഈ TP ശ്രീനിവാസൻ, ഇന്ത്യയുടെ മുൻ അംബാസഡർ, അദ്ദേഹത്തെ തല്ലിയത്, SFI നേതാക്കൾ തല്ലിയതുമായി ബന്ധപ്പെട്ട് അതിനെ വളരെ ന്യായീകരിച്ചുകൊണ്ടുള്ളൊരു പ്രസ്താവന. എന്ത് വിവരമില്ലായ്മയാണ് SFI സംസ്ഥാന സെക്രട്ടറി പറയുന്നത്? TP ശ്രീനിവാസനെ പോലെ അധികായനായിട്ടുള്ള ഇന്ത്യയുടെ തന്നെ ഒരു ബ്രാൻഡായി നിൽക്കുന്ന ഒരു വ്യക്തി. നമുക്കറിയാം, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ സമൂലമായ മാറ്റങ്ങൾ, കാലോചിതമായ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേവലം ഒരു ചർച്ച നടത്തിയതിൻ്റെ പേരിലാണ് TP ശ്രീനിവാസൻ്റെ കർണത്തടിച്ചത്. എന്നിട്ട് 8 വർഷങ്ങൾക്ക് ശേഷം
അല്ലെങ്കിൽ 10 വർഷങ്ങൾക്ക് ശേഷം സ്വകാര്യ സർവകലാശാലയ്ക്ക് പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ് CPM. SFIയുടെ നട്ടിൽ പണയം വെച്ചിരിക്കുകയാണോ? കേരളത്തിൽ സ്വാശ്രയ സമരവുമായി ബന്ധപ്പെട്ട് 5 രക്തസാക്ഷികളെ സൃഷ്ടിച്ച പ്രസ്ഥാനമാണ് SFI അല്ലെ DYFI എന്ന് പറയുന്നത്. അങ്ങ് കൂത്തുപറമ്പിൽ മധുവും ഷിബിലാലും ബാബുവും റോഷനും രാജീവും എന്ന് പറയുന്ന 5 ചെറുപ്പക്കാരെ കുരുതി കൊടുത്ത സംഘടനയാണ് ഈ CPM എന്ന് പറയുന്നത്. പുഷ്പൻ എന്ന് പറയുന്ന ഒരാൾ ജീവിതകാലം മുഴുവൻ മരണശയ്യയിൽ കിടന്നതാണ്. പുഷ്പൻ മരിക്കാൻ കാത്തിരിക്കേണ്ടി വന്നു SFIക്ക് ഈ സ്വകാര്യ സർവകലാശാലയ്ക്ക് വേണ്ടിയിട്ട് പച്ചക്കൊടി കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് കൈവെക്കാൻ വേണ്ടിയിട്ട്. SFI എന്ന് പറയുന്ന സംഘടനയ്ക്ക്, DYFI എന്ന് പറയുന്ന സംഘടനയ്ക്ക് അവർക്ക് ആർജവമുണ്ടെങ്കിൽ അവർ ഈ പുഷ്പൻ്റെയും അല്ലെങ്കിൽ ഇവരെയെല്ലാം ഈ സ്വാശ്രയ സമരത്തിൻ്റെ പേരിൽ ഇവർ രക്തസാക്ഷിത്വം മരിച്ച അവരോട് ഒരു മാപ്പെങ്കിലും പറഞ്ഞതിന് ശേഷം കേരളത്തിലെ സ്വകാര്യ സർവകലാശാലയെ സ്വീകരിക്കണമായിരുന്നു. എല്ലാ കാലവും 15, 20, 25 വർഷത്തിന് ശേഷവും തലയിൽ ബൾബ് കത്തുന്ന സംഘടനയാണ് CPIM. അവർക്ക് ഒരു പുരോഗമനപരമായ കാഴ്ചപ്പാട് ഏത് കാലഘട്ടത്തിൽ വന്നാലും അവർ ആദ്യം അതിനെ എതിർക്കും, അതിനെ തടയും, അവിടെ കൊടികുത്തും, അവർ സമരം ചെയ്യും. എന്നിട്ട് ഈ പറയുന്ന ആളുകൾ തന്നെ അതിൻ്റെ മറ്റേ തലപ്പത്തേക്ക് കയറിയിരിക്കും. നാളെ ഈ പറയുന്ന സ്വകാര്യ സർവകലാശാല വരുമ്പോൾ അതിൻ്റെ വിദ്യാർത്ഥി പ്രതിനിധിയായി ഒരാൾ ബോർഡിലുണ്ടെങ്കിൽ അത് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ആർഷോ ആയിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ജനങ്ങളെ നിരന്തരം വിഡ്ഢികളാക്കുന്ന സമീപനം ഇനിയെങ്കിലും ഈ CPIM എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം അവസാനിപ്പിക്കണം. കേരളത്തിൻ്റെ പൊതുസമൂഹങ്ങളെയും എല്ലാവരും വെല്ലുവിളിച്ചുകൊണ്ടിട്ടുള്ള നിങ്ങളുടെ രാഷ്ട്രീയം ഇനിയെങ്കിലും നിങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് കേശുവിന് പറയാനുള്ളത്. എന്തായാലും തുടർച്ചയെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകളിൽ SFI നേതാക്കളുടെ സമനില തെറ്റി എന്നാണ് KSU നേതാവ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.